തൃശ്ശൂർ കലക്ട്രേറ്റിൻ്റെ മുമ്പിലുള്ള പ്രധാന ബസ് കാത്തിരിപ്പ് കേന്ദ്രമാണ്. ഇതിൻ്റെ സ്ഥിതിയൊന്ന് നിങ്ങൾ നോക്ക്. ആ ബസ് സ്റ്റോപ്പിൻ്റെ മുമ്പിൽ മുഴുവൻ കാറിട്ട് നോക്കുക, ഒരാൾക്ക് അങ്ങോട്ട് കടക്കാൻ പറ്റില്ല. അത് പോട്ടെ നിൽക്കാം. ഈ ബസ് സ്റ്റോപ്പിൻ്റെ ഉള്ളിൽ മുഴുവൻ പശുക്കൾ വന്ന് ചാണയിട്ട് ഒരാൾക്ക് അങ്ങോട്ട് കാല് കുത്താൻ പറ്റില്ല. അത്ര വൃത്തികേടായിട്ടാണ് ഇവിടെ കിടക്കുന്നത്. പിന്നെ ഇതൊക്കെ നടക്കുന്നത് തൃശ്ശൂർ കലക്ട്രേറ്റിൻ്റെ പ്രധാനപ്പെട്ട മൂക്കിൻ്റെ താഴത്താണ് ഈ നടക്കുന്നത്. എത്ര ആൾക്കാർ വന്ന് ബസ് കയറാൻ നിൽക്കണമെന്ന് പറയാം. നോക്കിയാൽ ചാണം കിടക്കണം, നോക്കിയാൽ അതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കടക്കാൻ പറ്റുമോ? അതും പോട്ടെ എന്ന് വിചാരിക്കാം. ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്ന ആൾക്കാർക്ക് ഇരിക്കുന്ന സീറ്റ് നോക്കിയേ, ഇത് ആൾക്കാർക്ക് ഇരിക്കാനോ അതോ കന്നുകാലികൾക്ക് കിടക്കാനോ? ഇങ്ങനെ കുണ്ടിയും വെച്ച് ഇരുന്നാൽ എത്ര നേരം ഇരിക്കാൻ പറ്റും? അപ്പോൾ ഇത് ഉണ്ടാക്കിയ ആൾക്കാരെ വിചാരം എന്താ വെച്ചാൽ കുണ്ടിയും വെച്ചുകൊണ്ട് ഇരിക്കരുത്. ബസ് കാത്തിരിപ്പ് കേന്ദ്രം എന്ന് പേരും. ഈ ചാണത്തിൻ്റെ നടുവിൽ നമ്മൾ തലയും കുത്തി മൂക്കും പൊത്തി ആ കുണ്ടി വയ്ക്കാൻ പറ്റാത്ത സൈസ് കുഴലിൻ്റെ മുകളിൽ നമ്മളിങ്ങനെ ഇരിക്കണം. ഇത് കണ്ടുപിടിച്ചവൻ്റെ കഴിവ് ഗംഭീരമായിട്ടാണ് ഈ കുണ്ടി വയ്ക്കാൻ പറ്റാത്ത ഈ കുഴൽ വെച്ച് പോകുന്നത്. ഇത് ഉദ്ഘാടനം ചെയ്തവരൊന്ന് ഇരുന്ന് കാണിച്ചു തരാം. അതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് അതിൻ്റെ മുകളിൽ നമ്മൾ ബസ് കാത്തിരിക്കുക എന്നുള്ളതൊന്ന് കാണിച്ചു തരാം. അതൊക്കെ പോട്ടെന്ന് വിചാരിക്കാം. നോക്കിയേ, കാറുകൾ പാർക്ക് ചെയ്ത് നോക്കിയേ. ഒരു ബസ് സ്റ്റേഷൻ്റെ മുമ്പിൽ കാറുകൾ കൊണ്ടുവന്ന് പാർക്ക് ചെയ്തിട്ട് ഇത് നോക്കാനോ അതിന് ഫൈൻ അടയ്ക്കാനോ ഒന്നും ആളില്ല. ഒരു ഹെൽമെറ്റ് ഇല്ലെങ്കിൽ അത് പൊത്തിപ്പിടിച്ച് ഫൈൻ അടപ്പിക്കാനായിട്ട് എന്താ തിരക്കെന്നറിയാം. അപ്പോൾ ഇവിടെയൊക്കെ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചുറ്റും പശുക്കൾ കയറാണ്ടിരിക്കാൻ വേണ്ടിയുള്ള ഒരു ഇത് വയ്ക്കാം. രാത്രി അതിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ വയ്ക്കണം. ഒരാളതിൻ്റെ ഉള്ളിൽ കിടന്നുറങ്ങാൻ പാടില്ല. ദിവസം വൃത്തിയാക്കാനായിട്ട് ആൾ വേണം. ഇതിങ്ങനെ വെറുതെ കാശും ചിലവിട്ട് ഇങ്ങനെ കിട്ടുക. ഇത് നമ്മുടെ തേറാൽമ്പൽ രാമകൃഷ്ണൻ MLA ഫണ്ടിൽ നിന്നെടുത്ത് ഉണ്ടാക്കിയ ഒരു ബസ് സ്റ്റേഷനാണ്. അപ്പോൾ എന്താണ്, ജനങ്ങളുടെ പൈസയാണ് എന്തെങ്കിലും ചെയ്ത് ജനങ്ങൾക്ക് ഒരു ഉപകാരമില്ലാത്ത രീതിയിൽ കാട്ടിക്കൂട്ടി വെച്ചിരിക്കുന്നത്. ഇതിലും ഭേദം ആ ആൾക്കാർ വല്ല കുടം ചോടി നിൽക്കാതില്ല നല്ലത്. ഒരാൾ അതിൻ്റെ ഉള്ളിൽ കയറി നിൽക്കാൻ പറ്റില്ല എന്നേ. ഇതിങ്ങനെ ടൈൽസ് ഇട്ടിട്ടുണ്ട്, ഇതൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്, കുണ്ടി വെച്ചിരിക്കാനും പറ്റില്ല. അങ്ങനത്തെ ഒരു സ്ഥലത്ത് ഇത്രയും കാശ് മുടക്കി MLA ഫണ്ടിൽ നിന്നെടുത്ത് ഇങ്ങനൊരു ബസ് സ്റ്റേഷൻ ഉണ്ടാക്കിയിട്ട് ഇത് ആർക്ക് എന്ത് ഉപകാരം? അപ്പോൾ ഇതൊന്നും കാണാനും കേൾക്കാനും ആരുമില്ല. അതാണ് ഇപ്പം നമുക്ക് മനസ്സിലാവുന്നത്. എല്ലാവർക്കും വോട്ട് വേണം, ജയിക്കണം, MLA ആവണം, മന്ത്രിയായാൽ തന്നെ മന്ത്രിയാവാൻ വേണ്ടി തല്ലുകൂടുക, ബഹളം കൂടുക. അപ്പോൾ ഇത്രയും നല്ലൊരു വരുമാനമുള്ള പണിയാണ് ഈ MLA പണിയും ഈ മന്ത്രിപ്പണിയും എന്നൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. കണ്ട ചാണം ചാടി ചവിട്ടിയിട്ടൊക്കെ പോണതല്ലേ, എന്നാലാണ് അതിൻ്റെ സർക്കസ് കളിച്ച് പോകണം. നമ്മൾ തന്നെ കുണ്ടി വെച്ച് കുറച്ച് നേരം ഇരുന്നു. കുണ്ടി അപ്പോഴേക്കും വേദന തുടങ്ങി. എങ്ങനെ ഈ കോയിലും ഇരിക്കുക നമ്മൾ? ഒരു മനുഷ്യൻ വന്ന് ഇരിക്കാൻ പറ്റുമോ? നിങ്ങളൊന്ന് ഇങ്ങോട്ട് വന്ന് ഈ കളക്ട്രേറ്റിൻ്റെ മുമ്പിൽ, തൃശ്ശൂർ കളക്ട്രേറ്റിൻ്റെ മുമ്പിൽ വന്നിട്ട് ഈ ബസ് സ്റ്റേഷൻ്റെ അവസ്ഥ നിങ്ങൾ നോക്ക്. ഒരു 10 മിനിറ്റ് നേരം കുണ്ടി വെച്ചിരുന്നാൽ നിങ്ങൾക്ക് നോബൽ പ്രൈസ് സമ്മാനം തരണം. അത്ര വൃത്തികെട്ട ഒരു ബസ് സ്റ്റോപ്പ്. ഇതൊക്കെ തല്ലിപ്പൊളിച്ച് കളഞ്ഞ് നല്ല നല്ല കസാരകൾ പണിതിടുക. ജനങ്ങളുടെ കാശല്ലേ. ജനങ്ങൾക്ക് വന്ന് മഴയും വെയിലും കൊള്ളാണ്ട് കുറച്ച് നേരം ആ ഒന്ന് ഇരുന്ന് സൂഹിക്കാനായിട്ട് ഒരു 2 ഫാൻ വയ്ക്കുക, ഒരു FM റേഡിയോ വയ്ക്കുക. അതുപോലെ തന്നെ ഒരു ചുറ്റും പശുക്കളും മറ്റുള്ള ആൾക്കാരും ഈ മറ്റുള്ള പുറത്തുള്ള ആൾക്കാർ വന്ന് കിടന്നുറങ്ങാണ്ടിരിക്കാനുള്ളൊരു ഇത് വയ്ക്കുക. അത് സൂക്ഷിക്കാനായിട്ട് ഒരാളെ വയ്ക്കുക. എന്നും വൃത്തിയായിട്ട് സൂക്ഷിക്കുക. ഇതൊക്കെയാണ് വേണ്ടത്. അല്ലാണ്ട് ജനങ്ങളെ കാശ് എടുത്തിട്ട് പോലെ ജനങ്ങൾക്ക് ആവശ്യമില്ല, ഒരാൾക്ക് ആവശ്യമില്ലാത്ത പോലത്തെ ഒരു ബസ് സ്റ്റേഷൻ.